Hello guys, welcome back to my channel. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹെയർ ബൊട്ടോക്സിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അതിനെപ്പറ്റി ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും കമൻസ് ആയിട്ടൊക്കെ വന്ന ഒരു കാര്യമാണ് ഹെയർ നാനോപ്ലാസ്റ്റി ആണോ ഹെയർ ബൊട്ടോക്സ് ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹെയർ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് ഈ നാനോപ്ലാസ്റ്റി ചെയ്യാനാണ് ആക്ച്വലി പോയത്. പക്ഷേ അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുക. നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ ഹെയറിന് അത് സ്യൂട്ട് ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ റിക്വയർമെൻറ്റ്സ് കാണും അല്ലെ. ചിലവർക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിരിക്കണം എന്നായിരിക്കും, ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആവണമെന്നായിരിക്കും, ചിലർക്ക് അതൊന്നും ഒരു വിഷയമല്ല, എനിക്ക് നല്ല ഡീപ്പായിട്ട് ഹെയർ റിപ്പയർ ആവണം എന്നുള്ളതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതും അതുപോലെ ആ ട്രീറ്റ്മെൻറ്റിന് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിന് നമ്മുടെ ഹെയറിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായത് എൻ്റെ ഹെയറിന് ബൊട്ടോക്സ് ആണ് ഏറ്റവും നല്ലതെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബൊട്ടോക്സിലേക്ക് തിരിഞ്ഞതും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹെയർ നാനോപ്ലാസ്റ്റി ആണോ ബൊട്ടോക്സ് ആണോ ചെയ്യാൻ നല്ലത് എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്കിതിൽ ഏതാ നല്ലത് എന്ന് പറയാനില്ല. രണ്ടും നല്ല രണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നും രണ്ടും തമ്മിലില്ല. പക്ഷേ ചില ചെറിയ വ്യത്യാസങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ ഹെയറിന് ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ഹെയറിന് നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഹെയർ നാനോപ്ലാസ്റ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയറിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെയും റെസ്റ്റോറേറ്റീവ് കോമ്പൗണ്ട്സിനെയും ഒക്കെ ഹെയറിൻ്റെ ഡീപ്പായിട്ടുള്ള സെല്ലുലാർ ലെവലിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറ്റാണ്. അതിലൂടെ നമ്മുടെ ഹെയർ വളരെയധികം സ്മൂത്തും സിൽക്കിയും അതോടൊപ്പം തന്നെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മാറുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു നാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിനെ വളരെ ഡീപ്പായിട്ട് ചെന്നിട്ട് റിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഹെയർ വല്ലാണ്ട് അങ്ങ് ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണ്. അതിൻ്റെ ഇന്നറിൽ നിന്ന് തന്നെ അതിന് നല്ലൊരു റിപ്പയർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാനോപ്ലാസ്റ്റിയെ ചൂസ് ചെയ്യാവുന്നതാണ്. അതൊരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സലൂണിൽ ഫസ്റ്റ് നാനോപ്ലാസ്റ്റിയെ ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് ഞാൻ ചെയ്തത് ബൊട്ടോക്സ് ആണെങ്കിൽ പോലും ആ സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനത്തെ ഹെയറുകാർക്കാണ് ശരിക്കും നല്ലതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ലാത്തൊരു ഹെയർ ആണെന്നുണ്ടെങ്കിലും വളരെയധികം കയ്യിൽ നിന്ന് പോയിട്ട് ഡാമേജ് ആയിരിക്കുന്ന ഒരു ഹെയർ ആണെങ്കിലും ഒക്കെ വേണമെങ്കിൽ അതിന് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ നാനോപ്ലാസ്റ്റി എന്നുള്ളതാണ്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ബൊട്ടോക്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ മാതിരി നാനോപ്ലാസ്റ്റിയിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ ഹെയറിനെ റിപ്പയർ ചെയ്ത് പഴയപടി ആക്കി എടുക്കുന്ന ആ സ്ഥാനത്ത് ബൊട്ടോക്സ് ശരിക്കും അതിൻ്റെ ഔട്ടർ ലെയറിലൊരു പ്രോട്ടീൻ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് ഒക്കെ ഒന്ന് മാറ്റി അതിനെ ബാക്ക് ടു നോർമൽ ആക്കാനും ഹെൽത്തി ആക്കാനും വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും നാനോപ്ലാസ്റ്റിയിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു റിപ്പയറിങ് നടക്കുന്ന സ്ഥാനത്ത് ബൊട്ടോക്സിൽ എന്താണ് ഒരു ഔട്ടർ ലെയറിലാണ് അതിൻ്റെ റിപ്പയറിങ് നടക്കുന്നത്. അപ്പോൾ ഔട്ടർ ലെയറിൽ ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ആയിട്ടാണ് നമ്മുടെ ബൊട്ടോക്സിൻ്റെ ഏജൻസ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ഹെയറിന് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അങ്ങനെ ഭീകര പ്രശ്നങ്ങളൊന്നുമല്ല. ഫ്രിസിനെസ്സോ അല്ലെങ്കിൽ കുറച്ച് സ്പ്ലിറ്റൻസോ അങ്ങനെ ചെറിയൊരു അൺഹെൽത്തി കണ്ടീഷനൊക്കെയാണ്. അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ നമുക്ക് ബൊട്ടോക്സ് ധാരാളം മതിയാവും. വളരെ നല്ലൊരു ചോയ്സാണ് ബൊട്ടോക്സ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഭീകര പ്രശ്നങ്ങളല്ല. എനിക്കുണ്ടായിരുന്നത് ചെറിയൊരു ഫ്രിസിനെസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രൈ ആവുന്ന ഹെയർ ആയിരുന്നു, അതുപോലെ ചെറിയ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു അൺഹെൽത്തി ഫീല് തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഹെയറിന് എനിക്ക് ബൊട്ടോക്സ് ആണ് ചൂസ് ചെയ്യാനായിട്ട് തോന്നിയത്. സോഫാർ ഞാൻ അതിൽ വളരെ സാറ്റിസ്ഫൈഡും ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളതും ബൊട്ടോക്സ് തന്നെയാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നാനോപ്ലാസ്റ്റിക് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഒരു 8 to 10 months വരെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നാനോപ്ലാസ്റ്റിയിൽ കിട്ടുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ബൊട്ടോക്സിൽ കിട്ടുന്നത് ഒരു 3 to 4 months ഒക്കെയാണ് പറയുന്നത്. പിന്നെ വല്ലാണ്ട് നന്നായി നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 months വരെയൊക്കെ ചിലവർ അത് കൊണ്ടുപോകാറുണ്ട്. ചില ഹെയർ ടൈപ്പ് അനുസരിച്ച് അത്രയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ എന്നാലും ഒരു 4 months പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ബൊട്ടോക്സിനുള്ളത്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ആണ് നിങ്ങൾ
ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നാനോപ്ലാസ്റ്റി ആണ് നല്ലത്. അപ്പോൾ ഒരു 4 months വരെയൊക്കെ നിൽക്കുന്ന ഒരു റിസൾട്ട് ആണെങ്കിൽ നമുക്ക് ബൊട്ടോക്സ് ഓക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളൊരു കൺസേൺ ഇല്ലായിരുന്നു. ലാസ്റ്റ് ചെയ്യണം ഓഫ് കോഴ്സ്, പക്ഷേ എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഒരു 4 months ഞാൻ അതുമായിട്ട് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൊട്ടോക്സ് ചൂസ് ചെയ്തു. അതിന് വീണ്ടും വേറെ കാരണങ്ങളും ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ കാരണം വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത ഡിഫറൻസ് ആണ്. നാനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രെയിറ്റ് ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ളൊരു ലുക്കാണ് ആവശ്യമെങ്കിൽ നാനോപ്ലാസ്റ്റിയെ ചൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് വേണ്ടത് ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ലുക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടതെങ്കിൽ നാനോപ്ലാസ്റ്റി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. പക്ഷേ ബൊട്ടോക്സിൽ എന്ന് പറയുമ്പോൾ ഒരു 30 to 40% സ്ട്രെയിറ്റനിങ് ലുക്കൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭീകര സ്ട്രെയിറ്റ് ലുക്ക് കിട്ടത്തില്ല. നമ്മൾ ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസം ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് വാഷ് വരെയൊക്കെ ഒരു സ്ട്രെയിറ്റ് ലുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഗ്രാജുവലി നമ്മൾ ഓരോ വാഷ് ചെയ്യുന്തോറും ഇതിൻ്റെ റിസൾട്ട് പോയി നമുക്ക് മെല്ലെ മെല്ലെ അത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് മാറി വരിക ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റ് സ്ട്രെയിറ്റ് ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൊട്ടോക്സ് റോങ് ചോയ്സ് ആണ്. അതിന് നാനോപ്ലാസ്റ്റി ആണ് വേണ്ടത്. അതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ. എനിക്കെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഹെയർ ഇല്ല. അപ്പോൾ ആ ഒരു അത്രയും ഹെയറിൻ്റെ വോളിയം കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലുക്ക് വരുമ്പോഴത്തേക്കും എനിക്കതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മാക്സിമം ഒരു വേവി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ലുക്കായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ബൊട്ടോക്സ് ചൂസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്ക് ഭയങ്കര കോയിലി ആയിട്ടുള്ള, വളരെ വേവി ആയിട്ടുള്ള, മാത്രമല്ല നല്ല വോളിയമുള്ള, മാനേജ് ചെയ്യാൻ പറ്റാത്ത ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അത് ഡാമേജ്ഡ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നാനോപ്ലാസ്റ്റി ചൂസ് ചെയ്യാം. കാരണം അത്യാവശ്യം നല്ല വോളിയം ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലീക്ക് സ്ട്രെയിറ്റ് ലുക്ക് വന്നാലും നിങ്ങൾക്ക് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കാണാനൊരു നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഓൾറെഡി വോളിയം ഒന്നും ഇല്ലാത്ത ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരിക്കലും നാനോപ്ലാസ്റ്റിയെ ചൂസ് ചെയ്യരുത്. ചിലപ്പോൾ ഹെയർ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് സലോണിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. സോ നിങ്ങളുടെ ഹെയർ വളരെ തിന്നാണെങ്കിൽ നാനോപ്ലാസ്റ്റിയെ ചൂസ് ചെയ്യാൻ കൊള്ളില്ല. ബൊട്ടോക്സ് തന്നെ ആയിരിക്കും കുറച്ചും കൂടെയും നല്ലത്. ഇനി റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ആയതുകൊണ്ടും കുറച്ചും കൂടെയും സ്ട്രെയിറ്റ് ലുക്കൊക്കെ കിട്ടുന്നത് കൊണ്ടും ഡീപ് പ്രിപ്പയറിംഗ് ഒക്കെ ആയതുകൊണ്ടും നാനോപ്ലാസ്റ്റിക്ക് ബൊട്ടോക്സിനെക്കാട്ടിലും റേറ്റ് കൂടുതലാണ് മിക്ക സലോൺസിലും പറയാറുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടുമിക്ക എല്ലായിടത്തും നാനോപ്ലാസ്റ്റിക്കാണ് റേറ്റ് കൂടുതൽ ബൊട്ടോക്സിനെക്കാട്ടിലും. ഇനി മറ്റൊരു സിനാറിയോ പറയുകയാണെങ്കിൽ ചില ആളുകൾ നമ്മൾ സ്ട്രെയിറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ കെരാറ്റിനോ ഒക്കെ പോലെയുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഹെയർ വളരെ ഡാമേജ്ഡ് ആയിട്ട് വല്ലാതെ കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ അത് വളരെ അൺഹെൽത്തി ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഹെയർ ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കുറച്ചും കൂടെ തിന്നായിട്ടുണ്ടാവും, കുറച്ചും കൂടെ ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഹെയർ ഒക്കെയാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡാമേജ് ആയിട്ട് ഇരിക്കുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആ ഹെയറിലേക്ക് പിന്നെ നമ്മൾ നാനോപ്ലാസ്റ്റി ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നല്ലൊരു ചോയ്സ് ആവണമെന്നില്ല. ബെറ്റർ നമ്മൾ ബൊട്ടോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ സലോൺസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് കയ്യിൽ നിന്ന് പോയി അത് വളരെയധികം ഹെയർ ഡാമേജ് ആയി സ്പ്ലിറ്റൻസ് ഒക്കെ വന്നു. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സലോണിൽ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു ബൊട്ടോക്സ് അതിൻ്റെ മേലെ ചെയ്തോളാൻ പറയും. അപ്പോൾ അതിന് പറ്റിയൊരു ചോയ്സാണ് ബൊട്ടോക്സ്. ആ സമയത്ത് നമുക്ക് നാനോപ്ലാസ്റ്റി ഒരു ഗുഡ് ചോയ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നാനോപ്ലാസ്റ്റി ആണെങ്കിലും ബൊട്ടോക്സ് ആണെങ്കിലും രണ്ടും വളരെ സേഫ് ആയിട്ടുള്ള രണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. കാരണം ഇതിൽ ഫോമാൽഡിഹൈഡ് ഒന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂംസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. സോ ഒത്തിരി കെമിക്കൽസിൻ്റെ പ്രസൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ വളരെ സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ചും നമ്മൾ കെരാറ്റിനെയോ സ്മൂത്തനിങ്ങിനെയോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും. കാരണം കെരാറ്റിനൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഫ്യൂംസും കാര്യങ്ങളും വരും, വളരെയധികം കെമിക്കൽസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. കെരാറ്റിൻ്റെ തന്നെ ഏറ്റവും സേഫ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നാനോപ്ലാസ്റ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ നാനോപ്ലാസ്റ്റി ആണെങ്കിലും ബൊട്ടോക്സ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. നമ്മളിപ്പോൾ നാനോപ്ലാസ്റ്റി ആണെങ്കിൽ പൊതുവേ ഈ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെ പ്രോഡക്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബൊട്ടോക്സ് ആണെങ്കിൽ ഈ പറയുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് പ്രോഡക്റ്റ്സ് ആണ്. എൻ്റെ ഇത്തവണ ചെയ്തപ്പോൾ ബൊട്ടോക്സ് സ്മൂത്ത് ആയിരുന്നു യൂസ് ചെയ്തത്. അതിന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രസീലിയൻ ബൊട്ടോക്സിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റുകളിലെ വ്യത്യാസമല്ലാതെ എനിക്ക് സ്റ്റെപ്സിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഞാൻ സ്റ്റെപ്സ് ഒന്ന് പറയാം. ഇതൊരു 4 hours വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക.
ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഹെയറിൽ വല്ല ഹെന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഹെന്ന ഒക്കെ ചെയ്തിട്ട് ഉടനെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെന്ന പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മിനിമം ഒരു 30-40 ഡേയ്സെങ്കിലും ഗ്യാപ്പ് ഹെന്ന വല്ല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്. അതിപ്പോൾ രണ്ടിലും ഒരേപോലെയാണ് കേട്ടോ, ബൊട്ടോക്സ് ആണെങ്കിലും നാനോപ്ലാസ്റ്റി ആണെങ്കിലും. സെക്കൻഡ് സ്റ്റെപ്പിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രീം ഓരോ സെക്ഷൻ ഹെയർ എടുത്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ബൊട്ടോക്സ് ആണെങ്കിൽ നമ്മൾ ബൊട്ടോക്സിന് യൂസ് ചെയ്യുന്ന ക്രീം അപ്ലൈ ചെയ്യും, നാനോപ്ലാസ്റ്റി ആണെങ്കിൽ അതിൻ്റെ ക്രീം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്ന് ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കും. ഏകദേശം ഒരു 1 hour വരെയൊക്കെ അങ്ങനെ ഹെയറിൽ ആ ക്രീം ഇരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ 2 ട്രീറ്റ്മെൻറ്റിലും നമ്മൾ എക്സസ് ആയിട്ടുള്ള ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം വാഷ് ചെയ്ത് കളയും. അല്ലാന്നുണ്ടെങ്കിൽ അവർ നേരെ തന്നെ ഇത് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്തിട്ട് ഓരോ ഹെയറിൻ്റെ സെക്ഷൻസ് ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് വളരെ നന്നായിട്ട് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്തിട്ട് മോർ ദാൻ 10 times ഈ 2 ട്രീറ്റ്മെൻറ്റിലും അവർ ഒരേ സെക്ഷൻ ഹെയറിനെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ഹീറ്റ് കൊടുത്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത ക്രീം നല്ല രീതിയിൽ ആ ഒരു ഹെയർ സ്റ്റാൻഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ഹീറ്റ് കൊടുത്ത് ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അത് എനിക്ക് ആകെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം അതാണ്. ഈ ഒരു ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഇപ്പം എല്ലാം കൂടെ പുകഞ്ഞ് തീരുമോ എന്നൊക്കെ ഇങ്ങ് തോന്നിപ്പോവും. അത്രയും നേരം ഒരേ ഹെയറിൽ തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്യുന്ന നമുക്ക് സങ്കടം വരും. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഹെയർ സ്റ്റാൻഡ് കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വലിയ സീനൊന്നുമില്ല. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൊട്ടോക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 24 hours ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ സലൂണിൽ നിന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വല്ലതും വന്നിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി. അത്രയും നേരം ആ ഒരു പ്രോഡക്റ്റ് ഹെയറിൽ ഇരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്, ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനെ 1 day സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് 1 day അത് സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഡേയിൽ അത് വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലവർ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് സെയിം ഡേ തന്നെ വേണമെങ്കിൽ വാഷ് ചെയ്യാം ബൊട്ടോക്സിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയിൽ മിക്കപ്പോഴും സെയിം ഡേ തന്നെ വാഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേയിൽ വരേണ്ട കാര്യമില്ല, ആ സെയിം ഡേ തന്നെ തീരുന്നൊരു കൈൻഡ് ഓഫ് പ്രൊസീജിയറായി. ഇനി നമുക്കിതിൻ്റെ ആഫ്റ്റർ കെയർ ഒന്ന് നോക്കാം. അതിപ്പോൾ നാനോപ്ലാസ്റ്റി ആണെങ്കിലും ബൊട്ടോക്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണേഴ്സ് ആഫ്റ്റർ കെയറിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് കഴിഞ്ഞ തവണ ചെയ്തത് ബൊട്ടോക്സ് അല്ലെങ്കിൽ ബൊട്ടോസ്മൂത്ത് പോലെ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വല്ല ഷാമ്പൂ കണ്ടീഷണർ സ്റ്റിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ നാനോപ്ലാസ്റ്റി ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാനാണ് ഒരു ആഗ്രഹം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഷാമ്പൂ കണ്ടീഷണർ അതിന് പ്രത്യേകം വാങ്ങിക്കണമെന്നൊന്നുമില്ല. സെയിം നമ്മൾ ആ ബൊട്ടോക്സിൻ്റെ ആഫ്റ്റർ കെയറിൽ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂഷ്വലി ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സലൂണിൽ തന്നെ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള. ഇങ്ങനത്തെ ബൊട്ടോസ്മൂത്ത് അല്ലെങ്കിൽ കെരാറ്റിൻ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പം മാക്സിമം അവിടുന്ന് തന്നെ അങ്ങ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് അധികം കൺഫ്യൂഷൻസ് വരത്തില്ല. കാര്യം കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ബൊട്ടോക്സിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് കെരാക്കെയറിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ അത് തീർന്നപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബെല്ലയുടെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറും അതിൻ്റെ കൂടെ ഒരു സിറവുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് നാനോപ്ലാസ്റ്റിയുടെ ആഫ്റ്റർ കെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇനി അതല്ലാതെ വേറെയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും സലൂൺസിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബിഫോർ ഐ ഫൈൻഡ് അപ്പ് ദിസ് വീഡിയോ, ഒരു ഫൈനൽ കൺക്ലൂഷൻ ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ടത് കുറച്ചും കൂടിയും നാച്ചുറൽ ലുക്കാണ്, അല്ലെങ്കിൽ വളരെയധികം സ്ട്രെയിറ്റ് ലുക്കൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ ഉള്ള ഡാമേജ് ഒക്കെ ഒന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ കുറച്ച് മാനേജബിൾ ആക്കണം, കുറച്ച് ഫ്രിസിനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ബെസ്റ്റ് റിപ്പയറിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് ബൊട്ടോക്സ്. നിങ്ങൾക്ക് ഭയങ്കര വേവി ആയിട്ടുള്ള വളരെ വോളിയമുള്ള കുറച്ച് തിക്കായിട്ടൊക്കെയുള്ള ഹെയർ ആണ്, എന്നാൽ വളരെ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട്. ഇന്നറിൽ നിന്ന് തന്നെ അതിൻ്റെ ഡാമേജൊക്കെ മാറ്റിയെടുത്ത് നല്ല ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് നല്ല സ്ലീക്ക് സ്ട്രെയിറ്റ് ലുക്കാണ് ആവശ്യമെന്നുണ്ടെങ്കിലും ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടാണ് ആവശ്യമെന്നുണ്ടെങ്കിലും ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് നാനോപ്ലാസ്റ്റിയെ ചൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകണ്ട. ഞാൻ പിന്നെ എപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണോട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വായിക്കാനും അതിനുള്ള റിപ്ലൈ കൊടുക്കാനും എപ്പോഴും എനിക്ക് ഇപ്പം സപ്പോസ് അറിയാത്ത ഒരു കാര്യമാണെങ്കിലും ഞാൻ നേരെ എനിക്കിത് ചെയ്തു തന്ന സലൂണിൽ പോയിട്ട് വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ ക്ലിയർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന ഇടത്തോളം ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ മനഃപൂർവ്വം ഒരു കമൻസും ഇഗ്നോർ ചെയ്യാറില്ല. നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.